ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റവ വെച്ചിട്ട് 15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. കേക്ക് പോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എത്ര അളവിലാണോ റവ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ പാല് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്, 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. ഇതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഉരുക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഒരുപാട് വേണമെന്നുള്ളവർക്ക് ഒരു 1/4 കപ്പ് വരേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പലഹാരത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കലങ്ങി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ കലക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ആ ഒരു രീതിക്ക് വേണം ഒന്ന് കലക്കി എടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇപ്പൊ ഞാൻ 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോശമാവിനേക്കാളും ഒരല്പം കൂടെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവൊന്ന് കലക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ടൊന്ന് വെക്കാം. ഒന്നുകിൽ നമുക്കിത് ഒരുമിച്ച് തന്നെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബൗളുകളിൽ വേവിച്ച് എടുക്കാവുന്നതാണ്. അത് ഇതിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വരത്തക്ക രീതിയിൽ നമുക്ക് മാവൊന്ന് നിറച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ ഇതുപോലുള്ള കുഞ്ഞു ബൗളുകൾക്ക് 6 ബൗള് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊന്നുകിൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കാഷ്നട്ടോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ കുറച്ച് ബദാം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗളെല്ലാം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പൊ ഞാൻ 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ബൗളിൽ നിന്നൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. നമ്മൾ എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കമഴ്ത്തി തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് തന്നെ ഇളകി വന്നോളും. അപ്പൊ എന്തായാലും റവ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പലഹാരം തയ്യാറാക്കി നോക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ്. കുട്ടികൾ കേക്ക് ചോദിച്ചാലോ അല്ലെങ്കിൽ സ്നാക്സ് ചോദിച്ചാലോ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പൊ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.